Machine Independent Assembler features. There are 5 features: literal, simple defining statements, expressions, program blocks, and control section. In this video, I am going to explain about control sections and program linking. പ്രോഗ്രാമിനെ ഡിഫറെൻറ്റ് ലോജിക്കൽ സബ് ഡിവിഷൻസ് ആയിട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൺട്രോൾ സെഷൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണ് സി സെറ്റ്. സിൻടാക്സ് control session name followed by cset. കൺസിഡർ ദിസ് പ്രോഗ്രാം. ഇതിൽ ഫസ്റ്റ് പാർട്ട് മെയിൻ ഫംഗ്ഷൻ ആണ്. അതിനുശേഷം ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് ഫസ്റ്റ് സബ് റൂട്ടീൻ ആണ്. ഈ പാർട്ട് സെക്കൻഡ് സബ് റൂട്ടീൻ ആണ്. ഇവിടെ ഈ ഫസ്റ്റ് പാർട്ട് ഡീഫോൾട്ട് കൺട്രോൾ സെഷൻ ആയിരിക്കും. ദെൻ താഴോട്ട് വരുമ്പോൾ ഒരു സി സെറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിന് തൊട്ട് മുമ്പ് ഒരു നെയിം ഉണ്ട്. സി സെറ്റ് കണ്ടു കഴിഞ്ഞാൽ പുതിയ കൺട്രോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഹിയർ ദ കൺട്രോൾ സെഷൻ നെയിം ഈസ് RDREC. സോ ഈ ഇൻസ്ട്രക്ഷന് ശേഷം താഴോട്ടുള്ള പോർഷൻസ് RDREC കൺട്രോൾ സെഷൻ ആയിരിക്കും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് സി സെറ്റ് ഇൻസ്ട്രക്ഷൻ, ഹിയർ ദ കൺട്രോൾ സെഷൻ നെയിം ഈസ് WRREC. സോ ഈ ഇൻസ്ട്രക്ഷന് ശേഷമുള്ള കൺട്രോൾ സെഷൻ്റെ നെയിം WRREC എന്നാണ്. അങ്ങനെ 3 കൺട്രോൾ സെഷൻസ് ഉണ്ട്. ഈ 3 കൺട്രോൾ സെഷനും അഡ്രസ്സ് 0 മുതലുള്ള കണ്ടിന്യൂസ് അഡ്രസ് ആയിരിക്കും ഇടുക. ഡീഫോൾട്ട് കൺട്രോൾ സെഷൻ എടുത്തു, അതിൽ 0 മുതൽ കണ്ടിന്യൂസ് അഡ്രസ് ഇട്ട് 1000 വരെ എത്തി. അപ്പോൾ RDREC കൺട്രോൾ സെഷൻ വന്നു, അവിടെയും അഡ്രസ്സ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ അത് ഇട്ടിട്ട് 28 വരെ എത്തി. ദെൻ തേർഡ് കൺട്രോൾ സെഷൻ എത്തി, എഗെയിൻ അഡ്രസ്സ് 0 ആയിട്ട് റീസെറ്റ് ചെയ്ത് അഡ്രസ്സ് അസൈൻ ചെയ്ത് 1B വരെ എത്തി. ഇങ്ങനെയാണ് അഡ്രസ്സ് അസൈൻ ചെയ്യുക. ഇനി ഓരോ കൺട്രോൾ സെഷനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും അസംബിൾ ചെയ്യുക. ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇത് ഡീഫോൾട്ട് കൺട്രോൾ സെഷന് വേണ്ടിയുള്ളതാണ്. അതിന് ഹെഡർ, ടെസ്റ്റ്, മോഡിഫിക്കേഷൻ, എൻഡ് റെക്കോർഡായിട്ട് കുറച്ച് റെക്കോർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഡീഫോൾട്ട് കൺട്രോൾ സെഷന് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡ് കൺസ്ട്രക്ട് ചെയ്യും. അതുപോലെ തന്നെ RDREC കൺട്രോൾ സെഷൻ എടുക്കും, അതിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ WRECക്ക് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു. കൺട്രോൾ സെക്ഷൻ്റെ കേസിൽ എത്ര കൺട്രോൾ സെഷൻ ഉണ്ടോ അത്രയും ഒബ്ജക്റ്റ് പ്രോഗ്രാംസ് കൺസ്ട്രക്റ്റഡ് ആകും. ഇത് ഡീഫോൾട്ട് കൺട്രോൾ സെഷൻ ആണ്. ഏത് കൺട്രോൾ സെഷൻ ആയാലും അതിന് അതിൻ്റെതായ ലോക്കൽ സിമ്പിൾസ് ഉണ്ടാകും. ഈ ഡീഫോൾട്ട് കൺട്രോൾ സെഷനിലെ ലോക്കൽ സിമ്പിൾസ് ആണ് ഫസ്റ്റ്, സി ലൂപ്പ്, എൻഫിൽ, RETADR, അങ്ങനെ ബഫർ, ബഫൻ, മാക്സ് ലെന്ത് ഒക്കെ ഇതിൻ്റെ ഓൾ ലോക്കൽ സിമ്പിൾസ് ആണ്. ഇതിലെ ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കുക, STLRETADR. ലൈൻ നമ്പർ 10ലെ ഇൻസ്ട്രക്ഷൻ ആണ് STLRETADR. ഇത് അസംബിൾ ചെയ്യുമ്പോൾ STLന്റെ ഓപ്കോഡ് ടേബിളിൽ നിന്ന് എടുക്കും. അതുപോലെ RETADRന്റെ അഡ്രസ്, ഇതിന്റെ ഓൺ സിമ്പിൾ ആണ്. RETADR അഡ്രസ് 002A. ദെൻ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്ത് ഫോർമാറ്റ് 3യിൽ ഇതിന് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡ് കൺസ്ട്രക്ട് ചെയ്യും. അതാണ് 172027 എന്നുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുക്കുക, +JSUB RDREC. ഇതിൽ RDREC ഈ ഒരു കൺട്രോൾ സെക്ഷന്റെ ലോക്കൽ സിമ്പിൾ അല്ല, അത് നെക്സ്റ്റ് കൺട്രോൾ സെക്ഷനിലെ ഒരു സിമ്പിൾ ആണ്. സോ ഇൻ ജനറൽ ഒരു കൺട്രോൾ സെഷനിലെ ഇൻസ്ട്രക്ഷൻ ഓപ്പറന്റ് ആയിട്ട് അതിന്റെ ഓൺ സിമ്പിൾസ് എടുക്കാം, അല്ലെങ്കിൽ വേറൊരു കൺട്രോൾ സെഷനിലെ സിമ്പിൾസ് എടുക്കാം. വേറെ കൺട്രോൾ സെഷനിലെ സിമ്പിൾസ് എടുക്കുമ്പോൾ ആ സിമ്പിളിന്റെ അഡ്രസ്സ് അറ്റ് പ്രസന്റ് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ നെക്സ്റ്റ് RDREC കൺട്രോൾ സെഷനിൽ ഈ ലൈൻ നമ്പർ 190യിൽ മാക്സ് ലെങ്ത് വേർഡ് ബഫൻ മൈനസ് ബഫർ ഈ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇവിടെ ബഫൻറ്റും ബഫറും ഈ കൺട്രോൾ സെഷനിലെ സിമ്പിൾ അല്ല, ഡീഫോൾട്ട് കൺട്രോൾ സെഷനിലെ സിമ്പിൾ ആണ് ബഫൻഡ് ആൻഡ് ബഫർ. സോ ഈ RDREC എന്ന് പറയുന്ന കൺട്രോൾ സെഷന് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ 2 വാല്യൂസ് അവൈലബിൾ ആയിരിക്കില്ല. ഡീഫോൾട്ട് കൺട്രോൾ സെഷനിലേക്ക് മൂവ് ചെയ്യാം. ഏത് കൺട്രോൾ സെഷൻ ആയാലും 2 അസംബ്ലി ഡയറക്റ്റീവ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും, EXTDEF ആൻഡ് EXTREF. ഇനി അതിൽ EXTREF എന്താണെന്ന് നോക്കാം. ഈ പർട്ടിക്കുലർ കൺട്രോൾ സെക്ഷൻ ഇതിലെ അല്ലാത്ത ഏത് സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റേതല്ലാത്ത ഓപ്പറൻസ് എന്ന് പറയുന്നത് RDRECയും ഈ RDRECയും അതുപോലെ WRRECയുമാണ്.
സോ ആ രണ്ട് സിമ്പിൾസ് ഇതിൻ്റേതല്ലാത്ത സിമ്പിൾസ് ഇത് യൂസ് ചെയ്യുന്നതാണ് EXT റഫിൽ മെൻഷൻ ചെയ്യുക. അതിൻ്റെ ഫോർമാറ്റ് EXT റഫ് ഫോളോഡ് ബൈ ഫസ്റ്റ് സിമ്പിൾ കോമ സെക്കൻഡ് സിമ്പിൾ ആൻഡ് സോ ഓൺ. അങ്ങനെ ഏതൊക്കെ സിമ്പിൾസ് ആണോ ഈ കൺട്രോൾ സെഷന്റെ അല്ലാത്ത ലോക്കൽ സിമ്പിൾസ് ഇതിലെ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത് അതൊക്കെ EXT റഫിന് ശേഷം വൺ ആഫ്റ്റർ അനദർ കോമയിട്ട് എഴുതുക. ഇനി അതുപോലെ തന്നെ EXT ഡഫ് ഡഫിൽ എഴുതുന്നത് ഈ കൺട്രോൾ സെക്ഷനിലെ ഏതൊക്കെ സിമ്പിൾസ് ആണോ വേറെ കൺട്രോൾ സെക്ഷന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ഇവിടെ ഷെയർ ചെയ്യുന്നത് ബഫർ, ബഫൻ, ലെങ്ത് ഈ 3 സിമ്പിൾസ് ആണ് വേറെ കൺട്രോൾ സെക്ഷന് ആക്സസ് ചെയ്യാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കൺട്രോൾ സെക്ഷനിൽ ഇത് കൂടാതെ വേറെ കുറേ സിമ്പിൾസ് ഉണ്ട്. സോ അതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. വേറെ കൺട്രോൾ സെക്ഷൻ ഷെയർ ചെയ്യാൻ കൊടുക്കുന്നത് ബഫർ, ബഫൻ, ലെങ്ത് എന്ന് പറയുന്ന 3 സിമ്പിൾസ് ആണ്. സിമിലർലി നെക്സ്റ്റ് കൺട്രോൾ സെക്ഷൻ RDRECയിൽ നോക്കിയാൽ അവിടെ EXT റെഫിന് കറസ്പോണ്ടിങ് 3 സിമ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മീനിങ് ഈ ഒരു RDREC കൺട്രോൾ സെക്ഷൻ ഇതിൻ്റേതല്ലാത്ത സിമ്പിൾസ് ആയ ബഫർ, ലെങ്ത്, ബഫൻഡ് ഈ 3 സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 3 ഇതിൻ്റേതല്ലാത്ത സിമ്പിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് കൺട്രോൾ സെക്ഷനിൽ നോക്കിയാൽ അറിയാം WRRECയിൽ ഇവിടെയും EXT റഫ് ലെങ്ത് കോമ ബഫർ, അതായത് ലെങ്ത്, ബഫർ എന്ന് പറയുന്ന 2 സിമ്പിൾസ് ഇതിൻ്റേതല്ലാത്ത സിമ്പിൾസ് ആണ്. പക്ഷേ ഈ ഒരു കൺട്രോൾ സെക്ഷൻ ആ 2 സിമ്പിൾസും യൂസ് ചെയ്യുന്നുണ്ട്. EXT റഫിൽ എഴുതിയിരിക്കുന്ന ഈ സിമ്പിളെല്ലാം ആക്ച്വലി ഡീഫോൾട്ട് കൺട്രോൾ സെക്ഷനിലുള്ള സിമ്പിൾസ് ആണ്. അതിൽ ബഫർ, ബഫൻ, ലെങ്ത് എല്ലാം ഉണ്ട്. സോ അതെല്ലാം EXT ഡെഫ് വെച്ച് വേറെ കൺട്രോൾ സെക്ഷന് ഷെയർ ചെയ്യാൻ റെഡി ആണ് എന്ന് പറഞ്ഞ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെൻഷൻ ചെയ്താൽ മാത്രമേ ഈ സിമ്പിൾസ് ഈ RDRECക്കും അതുപോലെ WRRECക്കും ആക്സസ് ചെയ്യാൻ സാധിക്കും. EXT ഡെഫ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഡെഫിനിഷൻ. സിൻടാക്സ് EXT ഡെഫ് ഫോളോഡ് ബൈ സിമ്പിൾ 1, കോമ സിമ്പിൾ 2, എക്സെട്ര സിമ്പിൾ n. EXT റഫിന്റെ ഫുൾ ഫോം എക്സ്റ്റേണൽ റെഫറൻസ്. അതിൻ്റെയും സിൻടാക്സ് EXT റഫ് ഫോളോഡ് ബൈ സിമ്പിൾ 1, കോമ സിമ്പിൾ 2, എക്സെട്ര സിമ്പിൾ n ആണ്. ഹെഡർ ടെക്സ്റ്റ് എൻഡ് മോഡിഫിക്കേഷൻ പോലെ തന്നെ ഇവിടെ ക്രിയേറ്റഡ് ആവുന്ന 2 റെക്കോർഡ്സ് ആണ് ഡിഫൈൻ റെക്കോർഡ് ആൻഡ് റെഫർ റെക്കോർഡ്. EXT ഡഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ക്രിയേറ്റഡ് ആവുന്ന റെക്കോർഡാണ് ഡിഫൈൻ റെക്കോർഡ്. EXT ഡഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ സെക്ഷനിലെ ഏതൊക്കെ സിമ്പിൾസ് ആണോ വേറെ കൺട്രോൾ സെക്ഷന് വേണ്ടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതൊക്കെയാണ് ഡിഫൈൻ റെക്കോർഡിൽ വരുന്നത്. സോ ഡിഫൈൻ റെക്കോർഡിന്റെ സിൻടാക്സ് ഫസ്റ്റ് ക്യാരക്ടർ ഷുഡ് ബി ക്യാപിറ്റൽ D. അതിനുശേഷം അതിൽ ഏത് സിമ്പിൾ ആണോ ഷെയർ ചെയ്യാൻ യൂസ് ചെയ്തത് അതിൽ ഫസ്റ്റ് സിമ്പിൾ മെൻഷൻ ചെയ്യുക, സെക്കൻഡ് മുതൽ 7th ക്യാരക്ടർ വരെ. അതിനുശേഷം അതിൻ്റെ അഡ്രസ് ആണ് 8 to 13 മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് സിമ്പിൾ, ദെൻ അതിൻ്റെ അഡ്രസ്, തേർഡ് സിമ്പിൾ അതിൻ്റെ അഡ്രസ് ആൻഡ് സോ ഓൺ. അങ്ങനെയായിരിക്കും ഡിഫൈൻ റെക്കോർഡിൽ ഡേറ്റ മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ് ഈസ് റെഫർ റെക്കോർഡ്. ഒരു കൺട്രോൾ സെക്ഷൻ അതിൻ്റേതല്ലാത്ത സിമ്പിൾസ് ഏതൊക്കെയാണോ റെഫർ ചെയ്യുന്നത് അതാണ് റെഫർ റെക്കോർഡിൽ വരിക. സോ അപ്പോൾ ആ സിമ്പിൾസിൻ്റെ അഡ്രസ് അവൈലബിൾ ആയിരിക്കില്ല. സിൻടാക്സ് ക്യാപിറ്റൽ R വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഫസ്റ്റ് സിമ്പിളിൻ്റെ നെയിം 6 ക്യാരക്ടർ ആയിട്ട് എഴുതുക. ദെൻ സെക്കൻഡ് സിമ്പിളിൻ്റെ നെയിം, തേർഡ് സിമ്പിളിൻ്റെ നെയിം ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് ഡിഫൈൻ റെക്കോർഡ്. കൺട്രോൾ സെക്ഷനിൽ മോഡിഫിക്കേഷൻ റെക്കോർഡ് യൂസ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ മോഡിഫിക്കേഷൻ റെക്കോർഡിൻ്റെ സിൻടാക്സിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഫസ്റ്റ് 3 ഫീൽഡ് സെയിം ആണ്. ക്യാപിറ്റൽ M വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഏത് അഡ്രസ് ലൊക്കേഷൻ ആണോ പ്രോബ്ലം ഉള്ളത് അതായിരിക്കും 2 to 7 മെൻഷൻ ചെയ്യുക. ദെൻ എത്ര ഡിജിറ്റിന് പ്രോബ്ലം ഉണ്ട് അതാണ് 8 to 9 മെൻഷൻ ചെയ്യുക. ദെൻ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് സിമ്പിളാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് 2 ഫീൽഡ്. അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് 10th ക്യാരക്ടറായിട്ട് പ്ലേസ് ചെയ്യും. ഏത് സിമ്പിളാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് 11 to 16 മെൻഷൻ ചെയ്യും. ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന മോഡിഫിക്കേഷൻ റെക്കോർഡിന്റെ സിൻടാക്സ്. ഇത് ഡീഫോൾട്ട് കൺട്രോൾ സെഷൻ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ഒബ്ജക്റ്റ് കോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡർ റെക്കോർഡ് വെച്ചിട്ടാണ്. ഹെഡർ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഴുതുന്നില്ല. നെക്സ്റ്റ് ചെക്ക് ചെയ്യുക
def refo ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ കേസിലുണ്ട്. അതിൽ ഫസ്റ്റ് def. സോ കറസ്പോണ്ടിങ് റെക്കോർഡ് ഈസ് ഡിഫൈൻഡ് റെക്കോർഡ് ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 3 സിമ്പിൾസ് ഉണ്ട്, ബഫർ, ബഫർ ആൻഡ് ലെങ്ത്. സോ ആദ്യം ഫസ്റ്റ് സിമ്പിൾ ബഫർ, ഇതിന് കറസ്പോണ്ടിങ് അഡ്രസ്സ് നോക്കുക. നമ്മുടെ കൺട്രോൾ സെഷനിൽ ബഫറിന് കറസ്പോണ്ടിങ് അഡ്രസ്സ് 33 ആണ്, അത് പ്ലേസ് ചെയ്യുക. അത് 6 ഡിജിറ്റ് ആയിട്ട് 000033 പ്ലേസ് ചെയ്യുക. Then take the second symbol. Second symbol is buffend ആണ്. So BUFEND buffend കൊടുക്കുക. buffendന്റെ കറസ്പോണ്ടിങ് അഡ്രസ് എന്ന് പറയുന്നത് 1033 ആണ്. അതിവിടെ പ്ലേസ് ചെയ്യുക 001033. Then the third symbol is length ആണ്. സോ അതിന് കറസ്പോണ്ടിങ് അഡ്രസ്, ലെങ്ത്തിന് കറസ്പോണ്ടിങ് അഡ്രസ് 2D ആണ്. സോ അതിവിടെ പ്ലേസ് ചെയ്യുക 00002D പ്ലേസ് ചെയ്തു. അങ്ങനെ ഡിഫൈൻഡ് റെക്കോർഡ് കംപ്ലീറ്റഡ് ആയി. ദെൻ റഫ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. സോ അതിന് കറസ്പോണ്ടിങ് റഫർ റെക്കോർഡാണ്. ആർ എഴുതി അതിലെ ഓരോ സിമ്പിൾസും RD REC, ദെൻ സെക്കൻഡ് സിമ്പിൾ ഈസ് WRREC. ഇങ്ങനെ റഫർ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് ടെക്സ്റ്റ് റെക്കോർഡ്സ് ആണ്. ടെക്സ്റ്റ് റെക്കോർഡ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല. ഓരോ ഇൻസ്ട്രക്ഷന് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് ടെക്സ്റ്റ് റെക്കോർഡിലേക്ക് പ്ലേസ് ചെയ്യുക. 1 or more ടെക്സ്റ്റ് റെക്കോർഡ്സ് ഉണ്ടാവും. അതിനുശേഷമാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ് ക്യാപിറ്റൽ M വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഈ പ്രോഗ്രാമിൽ നോക്കുക ഏതൊക്കെ ഇൻസ്ട്രക്ഷൻ ആണ് refൽ പറഞ്ഞ് സിമ്പിൾസ് യൂസ് ചെയ്യുക. അതായത് RD REC WRREC എന്ന് പറയുന്ന 2 സിമ്പിൾസ് ഏതൊക്കെ ഇൻസ്ട്രക്ഷൻ ആണ്. ഇവിടെ അനലൈസ് ചെയ്താൽ അറിയാം +JSUB RD REC ഇവിടെ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്, +JSUB WRREC യൂസ് ചെയ്യുന്നുണ്ട്, +JSUB WRREC. അങ്ങനെ 3 ടൈംസ് ആണ് ഈ RD REC WRREC യൂസ് ചെയ്യുക. സോ ഓരോ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ്ങും ഓരോ മോഡിഫിക്കേഷൻ റെക്കോർഡ് വേണം. ഇനി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ +JSUB RD REC എടുക്കാം. ഇവിടെ ഒബ്ജക്റ്റ് കോഡ് കൺവേർട്ട് ചെയ്യുമ്പോൾ +JSUBന്റെ ഓപ്പ് കോഡ് 6 ബിറ്റ് എടുത്തു, ഫ്ലാഗ്സ് 6 ബിറ്റ് എടുക്കുമ്പോൾ 12 ബിറ്റ് കിട്ടി, ഇക്വലന്റ് ഹെക്സാ ഈസ് 4B1. അതിനുശേഷം ഈ RD RECയുടെ അഡ്രസ് ആണ് പ്ലേസ് ചെയ്യേണ്ടത് 5 ഡിജിറ്റ് ആയിട്ട്. പക്ഷേ RD REC അഡ്രസ് അവൈലബിൾ അല്ല. സോ അതിനാൽ ആ പോർഷനിലേക്ക് സിംപ്ലി 0 പ്ലേസ് ചെയ്യുന്നു. ഇനിയാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ്. ഈ ഒരു 0 പ്ലേസ് ചെയ്തത് തെറ്റായ ഇൻഫോർമേഷൻ ആണ്. മോഡിഫിക്കേഷൻ റെക്കോർഡ് M കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഏത് ലൊക്കേഷനിലാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ ഫസ്റ്റ് 0യ്ക്കാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഈ ഇൻസ്ട്രക്ഷൻ പ്ലേസ് ചെയ്തത് 3 എന്ന് പറയുന്ന ലൊക്കേഷൻ മുതൽ കണ്ടിന്യൂസ് 4 ലൊക്കേഷനിലാണ്. അതിൽ 3ൽ 4B പ്ലേസ് ചെയ്യുന്നു. ദെൻ 10 പ്ലേസ് ചെയ്യുന്നത് 4ലാണ്. അപ്പോൾ ഈ ഒരു 0 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 4 എന്ന് പറയുന്ന ലൊക്കേഷൻ മുതലാണ്. സോ 000004ലാണ് പ്രോബ്ലം തുടങ്ങിയിരിക്കുന്നത്. എത്ര ഡിജിറ്റിന് പ്രോബ്ലം ഉണ്ട്? 5 ഡിജിറ്റിന് പ്രോബ്ലം ഉണ്ട്. എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം? സോ സം അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. വൺസ് RD REC അവൈലബിൾ ആകുമ്പോൾ ഈ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ആഡ് ചെയ്യുക. ഇതാണ് മോഡിഫിക്കേഷൻ റെക്കോർഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ. ദെൻ അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കാം, ദാറ്റ് ഈസ് +JSUB WRREC. ഇവിടെയാണെങ്കിലും 4B1 ഫസ്റ്റ് 3 ഡിജിറ്റ് ഓക്കെയാണ്. അത് കഴിഞ്ഞ് WRRECയുടെ അഡ്രസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവിടേക്ക് 0 പ്ലേസ് ചെയ്തു. ഈ 0 പ്ലേസ് ചെയ്ത സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഈ ഇൻസ്ട്രക്ഷന് വേണ്ടി 10 സോ 11ലായിരിക്കും ഈ 0 പ്ലേസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. സോ സെക്കൻഡ് മോഡിഫിക്കേഷൻ റെക്കോർഡ് M വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. 000011ലാണ് പ്രോബ്ലം തുടങ്ങുന്നത്. 5 ഡിജിറ്റിന് പ്രോബ്ലം ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ WRREC അവൈലബിൾ ആകുമ്പോൾ ഈ പോർഷനിലേക്ക് ആഡ് ചെയ്യുക. നെക്സ്റ്റ് +JSUB WRREC. സോ ഇവിടെയും ഫസ്റ്റ് 3 ഡിജിറ്റ് 4B1 ഓക്കെയാണ്. പക്ഷേ WRREC അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇവിടെ 0000 എന്ന് പറഞ്ഞു പ്ലേസ് ചെയ്യുന്നു. സോ മോഡിഫിക്കേഷൻ റെക്കോർഡ് വേണം. ക്യാപിറ്റൽ M വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഈ 0 സ്റ്റാർട്ട് ചെയ്ത അഡ്രസ് എന്ന് പറയുന്നത് 23ലാണ് ഈ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ 000024ലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് 0 പ്ലേസ് ചെയ്യുന്നത്. 5 ഡിജിറ്റിന് പ്രോബ്ലം ഉണ്ട്. ഇത് സോൾവ് ചെയ്യാൻ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം.
WRREC അവൈലബിൾ ആകുമ്പോൾ അത് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ആഡ് ചെയ്യുക. സോ ഈ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് മോഡിഫിക്കേഷൻ റെക്കോർഡും കഴിഞ്ഞു. ഇനി വേറെ ഇൻസ്ട്രക്ഷൻസിനൊന്നും പ്രോബ്ലം ഇല്ല. സോ നമുക്ക് ഫൈനലി എൻഡ് റെക്കോർഡ് പ്ലേസ് ചെയ്യാവുന്നതാണ്. എൻഡ് റെക്കോർഡ് ഇവിടെ കംപ്ലീറ്റ് ഞാൻ എഴുതുന്നില്ല. സോ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് കോഡ് ഓഫ് വൺ പർട്ടിക്കുലർ കൺട്രോൾ സെക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക. ഈ സെയിം രീതിയിൽ റിമൈനിങ് കൺട്രോൾ സെക്ഷൻസിന് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡും കൺസ്ട്രക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് കൺട്രോൾ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. RDREC. അവിടെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് മാക്സ് ലെങ്ത് വേർഡ് ബഫൻ മൈനസ് ബഫർ. ബഫൻറ്റും ബഫറും ഈ കൺട്രോൾ സെക്ഷനിലെ സിമ്പിൾസ് അല്ല. അതിനാൽ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബഫൻറ്റ് അവൈലബിൾ അല്ല, ബഫർ അവൈലബിൾ അല്ല. അവൈലബിൾ അല്ലാത്തതിനെല്ലാം കറസ്പോണ്ടിങ് 0 ഇടുക. സോ 0 മൈനസ് 0 0 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. സോ ഈ ലൈന് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡായ 000000 എന്ന് പറയുന്ന 6 ഡിജിറ്റ് ആയിട്ടുള്ള ഹെക്സാ നമ്പർ ആയിരിക്കും കിട്ടുക. ഈ കിട്ടിയിരിക്കുന്ന നമ്പർ തെറ്റാണ്. ഇതിന് കറസ്പോണ്ടിങ് മോഡിഫിക്കേഷൻ റെക്കോർഡ് എഴുതണം. സോ അതിനുവേണ്ടി മോഡിഫിക്കേഷൻ റെക്കോർഡ് എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഏത് അഡ്രസ്സിനാണ് പ്രശ്നം? ഈ കംപ്ലീറ്റ് 0യും പ്രോബ്ലം വന്നിരിക്കുന്നതാണ്. സോ ഇത് പ്ലേസ് ചെയ്യുന്ന ലൊക്കേഷൻ 28 ആണ്. സോ പ്രോബ്ലം വന്നിരിക്കുന്ന ലൊക്കേഷൻ 000028 പ്രോബ്ലം വന്നിരിക്കുന്നത്. എത്ര ഡിജിറ്റിന് പ്രോബ്ലം ഉണ്ട്? ഇവിടെ എഴുതിയിരിക്കുന്ന 6 ഡിജിറ്റിനും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ 6 ഡിജിറ്റിന് പ്രോബ്ലം ഉണ്ട്. എങ്ങനെ സോൾവ് ചെയ്യും? 2 ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ആദ്യം ബഫൻറ്റ് ആഡ് ചെയ്യണം, അതിനുശേഷം ബഫർ സബ്ട്രാക്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഈസ് അഡീഷൻ ഓപ്പറേഷൻ. എന്ത് ആഡ് ചെയ്യണം? ബഫ് എൻഡ് ആഡ് ചെയ്യുക. സോ ദിസ് ഈസ് ഫസ്റ്റ് മോഡിഫിക്കേഷൻ റെക്കോർഡ്. സെക്കൻഡ് മോഡിഫിക്കേഷൻ റെക്കോർഡ് എം പ്രോബ്ലം 000028 പ്രോബ്ലം 6 ഡിജിറ്റ് പ്രോബ്ലം. അത് റിസോൾവ് ചെയ്യാൻ അഡീഷൻ കഴിഞ്ഞതിന് ശേഷം ബഫർ സബ്ട്രാക്ട് ചെയ്യണം. സോ മൈനസ് സബ്ട്രാക്ഷൻ ആണ്, ബഫർ സബ്ട്രാക്ട് ചെയ്യുക. ഈ 2 മോഡിഫിക്കേഷൻ റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ റോങ് ആയിട്ട് എൻ്റർ ചെയ്തിരിക്കുന്ന ഈ വാല്യൂവിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ഓരോ കൺട്രോൾ സെക്ഷനും കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു. ഇതാണ് ഡീഫോൾട്ട് കൺട്രോൾ സെക്ഷന് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡ്. ഇതിൽ ആദ്യം ഹെഡർ റെക്കോർഡ്, ദെൻ ഡിഫൈൻ ആൻഡ് റെഫർ റെക്കോർഡ് എഴുതി, ദെൻ കുറച്ച് ടെക്സ്റ്റ് റെക്കോർഡ്സ് എഴുതി, ആൻഡ് ഇവിടെ 3 മോഡിഫിക്കേഷൻ റെക്കോർഡ് ഉണ്ട്, ദെൻ എൻഡ് റെക്കോർഡ് എഴുതി. ഇത് RDRECക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡാണ്. അതിൽ ഹെഡർ റെക്കോർഡ് ഉണ്ട്, ഒരു റെഫർ റെക്കോർഡ് ഉണ്ട്, ദെൻ കുറച്ച് ടെക്സ്റ്റ് റെക്കോർഡ്സ് ഉണ്ട്, ദെൻ ദർ ആർ 4 മോഡിഫിക്കേഷൻ റെക്കോർഡ്സ് ആൻഡ് 1 എൻഡ് റെക്കോർഡ്. ഇതൊരു സബ് റുട്ടീൻ ആണ്. സബ് റുട്ടീൻ ആയതുകൊണ്ട് ഈ കഴിഞ്ഞാൽ ആ അഡ്രസ്സ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൻ ഫംഗ്ഷന് മാത്രം മതി ഈ കഴിഞ്ഞാൽ അഡ്രസ്. ദെൻ നെക്സ്റ്റ് കൺട്രോൾ സെക്ഷൻ എത്തി WRREC. അവിടെ റെഫർ റെക്കോർഡ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, മോഡിഫിക്കേഷൻ ഉണ്ട്, എൻഡ് ഉണ്ട്. എൻഡ് കഴിഞ്ഞ് അഡ്രസ് ഇല്ല. ഈ 3 റെക്കോർഡ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കും. വൺസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ടൈമിൽ ലോഡർ വന്ന് ഈ 3 റെക്കോർഡ്സും മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. അതിൻ്റെ ടെക്സ്റ്റ് റെക്കോർഡ്സ് കറസ്പോണ്ടിങ് ലോഡ് ചെയ്യും. വൺസ് ലോഡ് ചെയ്യുമ്പോൾ ഈ ഡീഫോൾട്ട് കൺട്രോൾ സെക്ഷനിൽ ഈ 3 പോർഷനിൽ പ്രോബ്ലം ഉണ്ട്. ആ പോർഷനിലെ പ്രോബ്ലം ഈ RDREC WRREC അഡ്രസ് ഒക്കെ അവൈലബിൾ ആകുന്ന സമയത്ത് ആ പ്രോബ്ലം ഉള്ള ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റ് വാല്യൂ സെറ്റ് ചെയ്യും. അതുപോലെ നെക്സ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ ഒബ്ജക്റ്റ് പ്രോഗ്രാമും ലോഡർ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. സോ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 4 മോഡിഫിക്കേഷൻ റെക്കോർഡ് ഉണ്ട്, ബഫർ ലെങ്ത് ബഫറിൻ്റെ ഇതിൻ്റെയൊക്കെ അഡ്രസ് അവൈലബിൾ ആവുന്ന സമയത്ത് ഈ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ പോയി അവിടുത്തെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യും. സെയിം ഓപ്പറേഷൻ തന്നെ തേർഡ് കൺട്രോൾ സെക്ഷൻ്റെ കേസിലും പെർഫോം ചെയ്യും. സോ ഇതാണ് കൺട്രോൾ സെക്ഷൻ ആൻഡ് പ്രോഗ്രാം ലിങ്കിങ്. താങ്ക് യു.